ഞാൻ രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടെ വരും. 9 മണിയാകുമ്പം വന്നിട്ട് അയ്യോ കിട്ടുന്ന പണി ജോലിയൊന്നും ഇല്ല ഇവിടെ. ഒന്നാമത് ഇവിടെ ജോലിയൊന്നും ഇല്ല. വല്ലച്ചാലും 10-300 രൂപയുടെ പണി ചെയ്യും. പണി ചെയ്ത് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാത്തിനും 2 പേർക്ക് ചിലവ് കൊടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെട്ട എല്ലാവരെയും നോക്കുന്നതും കാണുന്നതുമല്ല. ഒരു മോനെ ഒരു ചേഴക്കാരനെ പഠിപ്പിക്കണം, ഞാനാ അത് പഠിപ്പിക്കുന്നത്. എല്ലാം ഞാനാ ചെയ്യുന്നവനെ. പിന്നെ അല്ലാതെ എനിക്ക് വിശേഷിച്ച് വേറെ ഒന്നും പറയാനൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര വിഷമത്തിലപ്പം ഭയങ്കര കടവും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയി ഇരിക്കും. എനിക്ക് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതും കൂടെ ഇപ്പോൾ ഒന്നും അതും കിട്ടുന്നില്ല. ഇപ്പം ആ ആനുകൂല്യവും കിട്ടുന്നില്ല. വല്ലപ്പോഴൊക്കെ മോദിയുടെ പൈസ കിട്ടുന്നത് അതും ഇപ്പോൾ കിട്ടുന്നില്ല. അതും ഇല്ലാതായിരിക്കും. അപ്പം അങ്ങനെ ആകെ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ ഞങ്ങൾ കഴിയുന്ന ഇപ്പം. കച്ചവടമൊന്നും ഇല്ല. കച്ചവടം കുറവാണ് ഇപ്പം. ഒരുപാട് കച്ചവടങ്ങൾ കുറവാണ്. മഴയായതുകൊണ്ട് കച്ചവടവും ഇല്ല. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിനടുത്താണ്. ബസ് കയറി വരുന്നിടത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. രാവിലെ 8:30 ആകുമ്പോൾ ഞാനിവിടെ എത്തും. കണനെല്ലൂരിൽ നിന്നാണ് വരുന്നത്. രാവിലെ വന്ന് തൂത്ത് വാരി ഇട്ട് പറക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പണി വന്നാൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനാണ്. ഒരു സർക്കാരും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ആനുകൂല്യമോ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ തിരിച്ചു പോലും അറിഞ്ഞിട്ടില്ല. എന്ത് വന്ന് എങ്ങനെ വന്ന് എങ്ങനെ ഇരിക്കുന്നു. ഒരു ദിവസം എങ്ങനെയെങ്കിലും 10-250 രൂപയുടെ പണി ചെയ്താലേ ഞങ്ങൾക്ക് എൻ്റെ വീട് കുടുംബമായിട്ടുള്ളത് കഴിഞ്ഞു പോകാൻ പറ്റും. മറ്റൊരു ആനുകൂല്യം ഒന്നുമില്ല. 39 വർഷമായി ഈ തൊഴിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടു. ഇതുവരെ ഒരു പഞ്ചായത്തോ ഒരു വില്ലേജോ ഒന്നും ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. ചെരുപ്പ്, കൊട, ബാഗ് ഇതെല്ലാം ചെയ്യും. അത്രയേ ഉള്ളൂ.